വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിൽ അഴുക്ക് പുരണ്ടിരിക്കുകയാണ്. അതായത് റാപ്പർ വേടനെതിരെ യുവ ഡോക്ടർ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വേടനെ അറസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായ കാര്യങ്ങൾ കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ വളരെ ഗുരുതരമായ ആരോപണമാണ് വേടനെതിരെ യുവ ഡോക്ടർ നൽകിയിരിക്കുന്നത്. അതായത് ഇനി ജാതിക്കാർഡ് ഇറക്കി വീണ്ടും വേടൻ രംഗത്തെത്തുമോ എന്നുള്ളതാണ്. നേരത്തെ കഞ്ചാവ് കേസിലും അതുപോലെ പുലിനഖ കേസിലും വേടൻ അകത്തായിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാർ വേടനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നു. വേടനെ കുറിച്ച് പാഠപുസ്തകത്തിൽ വരെ ഉൾപ്പെടുത്തണം, അതായത് അത്തരത്തിലാണ് വേടന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹീറോയിസമാക്കി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച വേടനാണ് ഇപ്പോൾ യുവ ഡോക്ടർ പീഡിപ്പിച്ചു എന്ന പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഇതിനു മുൻപ് 1 കൊല്ലം മുൻപാണ് പരിചയപ്പെട്ടത്. കോഴിക്കോടും കൊച്ചിയിലും എല്ലാം പ്രണയം നടിച്ചായിരുന്നു ബലാത്സംഗം. ഇതിനുശേഷം യുവതിയെ ഒഴിവാക്കിയെന്നും അതിനുശേഷം യുവതി ഒഴിവാക്കാനുള്ള കാരണം യുവതി പൊസസീവ് ആണെന്നും മാനസിക രോഗിയാണെന്നും പറഞ്ഞാണ് ഒഴിവാക്കിയത്. ഇതിനുശേഷം വിഷാദത്തിലേക്കും പോയി. ഈ സാഹചര്യത്തിൽ ചികിത്സയിലായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തത്. ബലാത്സംഗ കുറ്റമടക്കം വേടനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന മൊഴി പോലീസ് പരിശോധിക്കുന്നുണ്ട്. യുവതി പറഞ്ഞ തീയതിയും മറ്റും പരിശോധിക്കും. കോഴിക്കോടും കൊച്ചിയിലും യുവതി പറയുന്ന ദിവസം വേടനും യുവതിയും ഉണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ല. ഗുരുതരമായ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 2022 മുതലുള്ള കുറ്റകൃത്യമായതിനാൽ IPC വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ വേടന് നൽകിയേക്കും. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേടൻ കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ സാഹചര്യത്തിൽ കോടതിയിൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാകും. മുൻപ് വേടനെതിരെ ആരോപണം ഉയർന്നിരുന്നു. 2021 മീട്ടു ആരോപണം എത്തിയിരുന്നു. പിന്നീട് മയക്കുമരുന്ന് കേസിലും പെട്ടു. പുലിനഖ വിവാദത്തിലും അകത്തായി. ഇതിനു പിന്നാലെ സർക്കാർ വേടന് അനുകൂല നിലപാടെടുത്തു. അങ്ങനെ ഹീറോ പരിവേഷത്തിൽ നിൽക്കുമ്പോഴാണ് യുവ ഡോക്ടർ പരാതിയിൽ ബലാത്സംഗ കേസ്. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ഇടപാടുകളിൽ സുപ്രീം കോടതിയുടെ പല വിധികളും സമൂഹത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വേടൻ നടത്തുന്ന നിയമ പോരാട്ടം നിർണായകമാകും. എന്തായാലും ഗുരുതര ആരോപണങ്ങളാണ് വേടനെതിരെ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണവും സജീവമാകും. ഈ കല്യാണം കഴിച്ച സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടായതിനു ശേഷം പിന്നീട് സ്ത്രീ പരാതിപ്പെട്ടാൽ, തനിക്ക് വിവാഹ വാഗ്ദാനം നൽകി പരാതിപ്പെട്ടാൽ അത് നിലനിൽക്കില്ല എന്ന് ഈ അടുത്ത കാലത്താണ് കോടതി വിധി വന്നത്. കാരണം കല്യാണം കഴിച്ച സ്ത്രീക്ക് പിന്നെയും എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നുള്ളൊരു ചോദ്യം കോടതി ചോദിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും അത് കൃത്യമായ ചോദ്യം തന്നെയായിരുന്നു. എന്നാൽ ഈ യുവതി വിവാഹിതയായിട്ടില്ല. യുവ ഡോക്ടർ 2023 പരിചയപ്പെട്ട് കോഴിക്കോടും കൊച്ചിയിലുമായി പല സ്ഥലങ്ങളിലും അവരെ കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ശേഷം മാനസികമായി കൂടി അവരെ തളർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. അതായത് അവർക്ക് വിഷാദ രോഗമുണ്ട്, അവര് വളരെ പൊസസീവ്നെസ് ആണ്, അവരെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മാനസികമായി കൂടി തളർത്തി എന്നാണ് പറയുന്നത്. ഈ വേടനെതിരെ വലിയ രീതിയിലുള്ള ഒരു ഒരു നീക്കം ഒരു സമയത്തുണ്ടായിരുന്നു. അത് സംഘപരിവാർ ഗ്രൂപ്പുകൾ വേടനെതിരെ തിരിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അന്തംകമ്മികൾ രംഗത്തെത്തിയിരുന്നു. അതായത് എനിക്ക് രാവണനെ അറിയാം, രാമനെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അത് കറക്റ്റായി. വേടനെ രാവണനെ അറിയാം. കാരണം രാമന്റെ ഭാര്യയായ സീതയെ തട്ടിക്കൊണ്ടുപോയ ആളാണ് രാവണൻ. പക്ഷേ രാവണന് സീതയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് പിന്നീട് കഥകളിലൊക്കെ ഉള്ളതാണ്. രാമായണത്തിലൊക്കെ നമ്മൾ വായിച്ച കാര്യമാണ്. ഇവിടെ തട്ടിക്കൊണ്ടുപോയ രാവണൻ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയ രാവണനായ വേടൻ സ്ത്രീയെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി, യുവ ഡോക്ടറെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു, പല രീതിയിലും അവരെ ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ കഞ്ചാവുമായി ബന്ധപ്പെട്ട്, അതായത് ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കരുത്, അത് ഉപയോഗിക്കുന്ന തെറ്റാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരുകൾ നിങ്ങൾ കാണണം, അവർ നിങ്ങളെ വളർത്തിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് ഇത്തരം ലഹരി വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ വേടനെ ഒരാഴ്ചക്കകം പോലീസ് പിടിക്കുകയാണ്. കഞ്ചാവ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇയാളുടെ ഒരു നിലപാട് എന്താണെന്ന്. ഇയാൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതെന്ന്. ഇയാൾ ഹിന്ദുത്വ വിരോധിയാണ്. അതായത്
ഇയാൾ ജാതി പറഞ്ഞുകൊണ്ടും ഈ സംഘപരിവാറിനെ കടന്നാക്രമിച്ചുകൊണ്ടും മോദി സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടും ഒക്കെ ഒരു ഫെയിം നേടണം ഇയാൾക്ക്. ഒരു ഇടത് സഹയാത്രികനാണ്. അതുകൊണ്ട് തന്നെ ആ സഹയാത്രികനാകുമ്പോൾ താൻ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും സർക്കാർ കൂട്ടുനിൽക്കും എന്നുള്ളതാണ് ഇയാൾ ചിന്തിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പുലിനഗ കേസിലും സർക്കാർ രക്ഷപ്പെടുത്തി, സർക്കാരിന്റെ പരിപാടിയിൽ ഹീറോ പരിവേഷം നൽകി കൊണ്ടു നിർത്തി. അവിടെയും വലിയ രീതിയിൽ ഇയാൾ എന്താ പറയുക, സംസാരമൊക്കെ നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം എം സ്വരാജിന്റെ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിൽ ഇയാൾ എത്തിയിരുന്നു. എം സ്വരാജിനോടൊപ്പമാണ് താൻ എന്നൊക്കെ പറയാൻ, സ്വരാജിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ച കേസിൽ സർക്കാർ ഇയാളോടൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാരണം ഈ രണ്ട് കേസിലും സർക്കാർ, അതായത് പുലിനഗ കേസിലും ലഹരി കേസിലും സർക്കാർ ഒപ്പം നിർത്തി, കൂടെ ചേർത്ത് നിർത്തി സംസ്ഥാന സർക്കാർ കൊണ്ടു നടന്ന വിയർപ്പിന്റെ കുപ്പായം തുന്നിയിട്ട ഈ പാട്ടുപാടി ജനങ്ങളെ കയ്യിലെടുക്കുന്നത്, അതായത് സാധാരണക്കാരന്റെ ശബ്ദമായി മാറുന്ന റാപ്പർ വേടൻ എന്നാണ് ആളുകൾ പറയുന്നത്. കടലമ്മ കരഞ്ഞല്ല പെറ്റത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടലിന്റെ മക്കളെ കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ ജീവിതം ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ DNA-യിൽ പഠനത്തിന്റെ പഠിക്കാനുള്ള ഒരു കഴിവില്ല. അതുകൊണ്ട് അവരാരും പഠിക്കുന്നില്ല. മണ്ണെണ്ണ വിളക്കിന്റെ മുന്നിലോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ജീവിത സാഹചര്യങ്ങളിലോ ബുദ്ധിയില്ല. ഒരു വിഭാഗത്തെ മുഴുവൻ ബുദ്ധി ഇല്ലാതാക്കി മാറ്റി അത്തരത്തിലുള്ള സംസാരം നടത്തിയ വേടനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ ആരോപണം ഒരു യുവതി ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തും. ആ യുവതി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ വേടനെ അറസ്റ്റ് ചെയ്യും. പിന്നീട് നിയമ നടപടിയിലേക്ക് കടക്കുമെന്നാണ്. എന്തായാലും അതിനു മുൻപ് വേടൻ അറിയാം ഇത്തരം ഒരു പരാതി ഉണ്ട് എന്ന് ഇയാൾക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇയാൾ മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്ക് ഇപ്പോൾ കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം വേടന്റെ നിലപാടുകൾക്ക് എപ്പോഴും നിലപാടുകളെ താങ്ങുന്ന അന്തം കമ്മികൾ ഈ പീഡന കേസ് ആരെങ്കിലും ഉണ്ടാക്കി കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഇതിനൊക്കെ തെളിവുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നിഗമനത്തിൽ പോലീസ് എത്തും. ഇപ്പൊ പല നേതാക്കന്മാർക്ക് എതിരെയും ഇപ്പോൾ ഗർഭം അലസിപ്പിക്കൽ, ഗർഭം ഉണ്ടാക്കൽ ഒക്കെ കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരാരും പരാതി പോലും കൊടുക്കാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും, എന്താകും വേടന്റെ അവസ്ഥ, വേടനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ.